അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇൻവേഴ്സ് ആണ് അല്ലെ. ഇൻവേഴ്സ് റിലേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ കോമ്പോസിഷൻ കണ്ടായിരുന്നു, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ കണ്ടു, യൂണിയന്, ഇന്റർസെക്ഷന്, അതുപോലെ സിമെട്രിക് ഡിഫറൻസ് ഒക്കെ കണ്ടായിരുന്നു. ഇനി ഇൻവേഴ്സ് ആണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഫ്രം എ ടു R be the relation from a set A to B. The inverse relation from B to A is denoted by R inverse is the set of ordered pair BA such that AB belongs to R. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഒരു ആളുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ബി എ ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു സെറ്റ് ആറ്, ഒരു റിലേഷൻ ആറ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എ ബി ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് റിലേഷനകത്ത് നമ്മൾ ആരെ എഴുതണം? ബി എഴുതണം. ആ മെമ്പർ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചെഴുതിയിടണം എന്നാണ്. തിരിച്ച് എ ബി ഉണ്ടെങ്കിൽ ബി എഴുതണം റിലേഷൻ. അപ്പൊ എ ഡിവൈഡ്സ് ബി എന്നാണെങ്കിൽ ബി ഡിവൈഡ്സ് എ എന്നുള്ളതിലോട്ട് എത്തണം. മനസ്സിലായോ? ആ ഒരു ഫോമാണ് ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലിമെന്ററി റിലേഷൻ ഉണ്ട്. കോംപ്ലിമെന്ററി റിലേഷൻ ആർ ബി ദ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി. കോംപ്ലിമെന്ററി റിലേഷൻ ആർ ബാർ is the set of ordered pairs AB such that AB not an element of R. അപ്പൊ കോംപ്ലിമെന്ററി റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിലേഷൻ തരുക. ശ്രദ്ധിച്ചു കേട്ടണം കേട്ടോ, രണ്ടും നന്നായിട്ട് മനസ്സിലാക്കണം. നമുക്കൊരു റിലേഷൻ തരുവാണ്, ആ റിലേഷനകത്ത് എ ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ അത് എടുക്കരുത് കോംപ്ലിമെന്റിനകത്ത്. റിലേഷനകത്ത് ഇല്ലാത്ത എ ക്രോസ് ബിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ എടുത്തെഴുതിയാൽ കോംപ്ലിമെന്ററി റിലേഷൻ ആവും കേട്ടോ. 6 നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ, ആർ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എ ബി, എ ലെസ് താൻ ബി ആയിട്ടുള്ളതാണ് ഓൺ എ സെറ്റ് ഓഫ് ഇന്റീജറിന്റെ കേസിലാണ്. ഫൈൻഡ് ആർ ഇൻവേഴ്സും ആർ ബാറും കണ്ടുപിടിക്കണം. ആർ ഇൻവേഴ്സ് എന്ന് പറയുമ്പം നമുക്കറിയാം എ ലെസ് താൻ ബി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മെമ്പർ ഇതിനേക്കാൾ എ ലെസ് താൻ ബി. ആർ ഇൻവേഴ്സ് എന്ന് പറയുമ്പം എന്തായിരിക്കണം? ഇപ്പൊ ഞാൻ 1 2 എപ്പോഴും എ ചെറുതായിരിക്കണം. 1 2 അപ്പൊ സെറ്റിനകത്ത് 1 2 2 2 3 അല്ലെ, 1 2 1 എന്തൊക്കെ വരും? 1 2 1 3 1 4 1 5 അതെല്ലാം ഉണ്ട്. പിന്നെ 2 1 വരത്തില്ല, 2 2 2 വരത്തില്ല, 2 3 2 4 2 5 അങ്ങനെ പോകുന്നതാണ്. 3 4 3 5 3 6 അങ്ങനത്തെയാണ് അല്ലെ. അപ്പം ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ആറിലെ മെമ്പർ ആണെങ്കിൽ ബി എ ആണ് എവിടെ വരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും എ ബി ആറിലെ മെമ്പർ ആണെങ്കിൽ ആറിലെ മെമ്പറിന്റെ പ്രത്യേകത എന്താ? എ ലെസ് താൻ ബി. അപ്പൊ ഇൻവേഴ്സിൽ എന്തായിരിക്കും? എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും കേട്ടോ. അങ്ങനെ എഴുതിയ ജനറൽ കേസ് ആണ്. ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയും. ആർ ഇൻവേഴ്സ് പറഞ്ഞാൽ ബി എ ആണ്. അപ്പൊ എ ബി വരും. അവിടെ എ ഗ്രേറ്റർ എ വലുതായിരിക്കണം ആരെക്കാളും ബി എ കാട്ടും. ആർ ബാർ എന്ന് പറഞ്ഞാൽ അതിലില്ലാത്തത് എന്ന് പറയുമ്പം എ ബി സച്ച് ദാറ്റ് എ ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. അപ്പം ആറിൽ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു കൂടെ വരും അല്ലെ. ആറിനകത്ത് ഗ്രേറ്റർ ദാൻ ഇല്ല, അതുപോലെ എ ഗ്രേറ്റർ ദാൻ ഇല്ല, എ ഈക്വൽ ടു ഇല്ല. അപ്പൊ അതാണ് വരിക. എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. വെറുതെ ഒന്ന് ഇച്ചിരി ഇത് ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ. ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ആർ ഈസ് ദ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി ഓർ എ ഡിവൈഡ്സ് സച്ച് ദാറ്റ് എ ഡിവൈഡ്സ് ബി ഓൺ ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീജർ. ഫൈൻഡ് ആർ ഇൻവേഴ്സ് ആൻഡ് ആർ ബാർ. അപ്പൊ ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ബി എ അല്ലെ, സെറ്റ് ഓഫ് ഓൾ ബി എ സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു ആർ ആണ്. അപ്പം സെറ്റ് ഓഫ് ഓൾ എ ബി ആർ ഇൻവേഴ്സിനകത്ത് എന്ത് വരും? ബി ഡിവൈഡ്സ് എ. സെറ്റ് ഓഫ് ഓൾ എ ഡിവൈഡ്സ് ബി ആയിരുന്നു. അപ്പൊ ഇവിടെ സെറ്റ് ഓഫ് ഓൾ ബി എ ബി ഡിവൈഡ്സ് എ, ബി എന്ന് വരും അല്ലെ. അത് ശ്രദ്ധിച്ചോണേ. ബി എ സെറ്റ് ഓഫ് ഓൾ ബി എ ബി ഡിവൈഡ്സ് എ. അവിടെ എ ഡിവൈഡ്സ് ബി ആയിരുന്നു, ബി ഡിവൈഡ്സ് എ. ശരിയല്ലേ? ബി ഡിവൈഡ്സ് എ ആയിട്ടുള്ള എ ബി ആണ്. തിരിച്ചുള്ളത് ബി ഡിവൈഡ്സ് എ ആയിട്ടുള്ള ബി എ ആണ് അല്ലെ. ആർ ബാർ എന്ന് പറയുമ്പം എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ അതിന്റെ നേരെ എ ഡസ് നോട്ട് ഡിവൈഡ്സ്, അതില്ലാത്തെന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത് വരത്തില്ല. ഡസ് നോട്ട് ഡിവൈഡ്സ് ബി എന്ന കേസ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ ബി എ ഡസ് നോട്ട് ഡിവൈഡ്സ് ബി. അത് നേരെ ഓപ്പോസിറ്റ് ആയുള്ള കേസ് സാറ്റിസ്ഫൈ ചെയ്യണം. മറ്റേതാണ് തിരിച്ചു പോവാന്നുള്ളത് അല്ലെ. അങ്ങനെ അത് നമുക്ക് മനസ്സിലാകും. പിന്നെ റെപ്രസെന്റിങ് റിലേഷനെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾക്കറിയാം. നമ്മൾ പല രീതിയിൽ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 0-1 മെട്രിക്സ് ആയിട്ടാണ് റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 0-1 മെട്രിക്സ് മെമ്പർ ആണെങ്കിൽ 1, മെമ്പർ അല്ലെങ്കിൽ റിലേഷനിലെ മെമ്പർ ആണെങ്കിൽ
എ ബി റിലേഷന്റെ മെമ്പർ ആണെങ്കിൽ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും. ഇപ്പൊ എ ബി സി എന്ന് പറയുന്നത് A1 A2 എക്സെട്ര എയും ബി എന്ന് പറയുന്നത് B1 B2 എക്സെട്ര ആണ്. A1 B1 റിലേഷനിൽ ഉണ്ടെങ്കിൽ അതിന് നേരെ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും കേട്ടോ. AIBJ റിലേഷനിൽ ഉണ്ടെങ്കിൽ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും. IJth എൻട്രി ആണ് മെട്രിക്സിന് കേട്ടോ. ഒരു എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. നോക്കിയാൽ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്നത് 1 2. Let R be the relation from A to B containing ordered pair AB if and only if A belongs to A, B belongs to B, A greater than B. What is the matrix representation of R? If A1 equal to 1, A2 equal to 2, and A3 equal to 3, B1 equal to 1, B2 equal to 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന A greater than B ആയിരിക്കണം അല്ലെ. അപ്പൊ റിലേഷനകത്ത് A1 A greater than B ആയിരിക്കണം എന്ന് പറയുമ്പോൾ A1 B1നെക്കാട്ടിലും A1നേക്കാൾ ചെറുത് B യെ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നോക്കിയേ, ബിക്കോസ് ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് 1. ഓക്കെ, 1 എടുത്താൽ എ ആരാ വലുത്? എ ആയിരിക്കാൻ വലുത്. 1 എടുത്താൽ 1 എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? 1നേക്കാൾ ചെറിയൊരു നമ്പർ ബിക്കകത്തില്ല. അതുകൊണ്ട് 2 എടുക്കുക. 2 എടുത്താൽ 2നേക്കാൾ ചെറുത് 1 ഉണ്ട്. അപ്പം എന്ത് പറയാം? ആറിനകത്ത് 2 1 എടുക്കാം. പിന്നെ 3 എടുക്കുക. 3 എടുത്താൽ 3യേക്കാൾ ചെറുത് 2ഉം 1ഉം വരുന്നത്. 3 1ഉം 3 2. പിന്നെ വേറെ ഒന്നുമില്ല അല്ലെ. അപ്പൊ ഇതാണ്. അപ്പം നമ്മൾ മെട്രിക്സിനെ റെപ്രസെന്റ് MR എന്നാണ് എഴുതുന്നത്. M സഫിക്സ് ആയിട്ട് R എഴുതിയ MR മെട്രിക്സ് റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ എഴുതുമ്പം നിങ്ങൾക്ക് എഴുതാൻ അറിയത്തില്ല 1 1 2 മണ്ട എഴുതാം. താഴെയും 1 2. സെറ്റ് എയിൽ എത്ര പേരുണ്ട്? അവർ അത്രയും പേരെ ഇവിടെ എഴുതണം. സെറ്റ് എയിൽ ആരാണ്? 1 ഉം 2 മാത്രമേ ഉള്ളൂ അല്ലെ. ആണോ നോക്കിയേ, സെറ്റ് എയിൽ ആരാണുള്ളത്? 1 2 3 ഉണ്ട് അല്ലെ. സെറ്റ് എയിലുള്ള ഒരേ താഴോട്ട് എഴുതുക. 1 2 3. ഇത് പെൻസിലും കൂടെ നിങ്ങൾ എഴുതിയാൽ മതിയേ, സൈഡിൽ എഴുതുന്നത്. കാരണം ആക്ച്വലി 0 1 മെട്രിക്സ് ആണ്. അവിടെ നമ്മൾ 0യും 1 മാത്രമേ എഴുതത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സൈഡിൽ എഴുതിയേ ഉള്ളൂ കേട്ടോ. മെട്രിക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. 1 2 3 എയിലുള്ള മെമ്പർ ഇവിടെ എഴുതുക. 1 2 ബിയിലുള്ള മെമ്പർ. അപ്പൊ നമ്മൾ നോക്കണ്ടേ, 1ന് നേരെ 1 1 1 1 1 എന്ന് പറഞ്ഞ ഒരാള് ആറിനകത്ത് ഇല്ല അല്ലെ. ഉണ്ടോ? ഇല്ല. അപ്പൊ 0 കൊടുത്തു. 1ന് നേരെ 2 1 2 1 2 മെമ്പർ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പം ആ റോയില് 0 കൊടുത്തു. ഇനി 2 1 2 1 ഉണ്ടോ? ഇത് 2ന് നേരെ 1ന് താഴെ. 2ന് നേരെ 1ന് താഴെ. 2 1 റിലേഷനകത്തുണ്ട്. അപ്പൊ 1 കൊടുത്തു. 2 2 ഉണ്ടോ? റിലേഷനകത്ത് ഇല്ല. അതുകൊണ്ട് 0 കൊടുത്തു. 3 1 ഉണ്ടോ? ഉണ്ട്. അപ്പൊ റിലേഷനകത്ത് 1 കൊടുത്തു. 3 2 ഉണ്ടോ? ഉണ്ട്. റിലേഷനകത്ത് മെട്രിക്സിനകത്ത് 1 കൊടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് മെട്രിക്സ് കിട്ടി. മനസ്സിലായി? 0 1 മെട്രിക്സ് ആണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വൺസ് ഇൻ MR ഷോസ് ദ പേസ് 2 1 3 1 3 2നെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് 1 ഉപയോഗിച്ചത്. ബാക്കി എല്ലാ കേസിലും 0 കൊടുത്തു. ഇതുപോലെ നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നമുക്ക് മെട്രിക്സ് തന്നിട്ട് റിലേഷൻ എഴുതാൻ പറ്റുമേ. ഇവിടെ നോക്കേ, ഇത് എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ A1 A2 A3 A1 A2 A3 A4 A5 ആണ്. ബി എന്ന് പറഞ്ഞ B1 B2 എക്സെട്ര B5 വരെ ഉണ്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണേല് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് ഇവിടെ താഴോട്ട് എഴുതിയാൽ A1 A2 A3 മൂന്നെണ്ണേ ഉള്ളു അല്ലെ. മൂന്നെണ്ണത്തിലുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇങ്ങോട്ട് B1 B2 B3 B4 B5. അപ്പൊ 0 ഉള്ളതിനകത്ത് ഇതുള്ളതൊന്നും ഇല്ല. 1 അപ്പൊ ഏതാ? A1ന് നേരെ B2ന് താഴെ 1 കൊടുത്തു. അപ്പൊ A1 B2 ഉണ്ട്. അപ്പൊ ആ റോയിൽ അതേ ഉള്ളൂ. അടുത്ത A1ന് നേരെ A2 A2ന് നേരെ B1 താഴെ A2 B1. ഇത് A2 B1 B2 B3 A2 B3 A2 B4. അടുത്ത ഇവിടെ ആണെങ്കിൽ A3 B1 A3 B3 A3 B എത്ര? 1 2 3 4 5 B5 അല്ലെ. അങ്ങനെ നമുക്ക് ഈ മെട്രിക്സിൽ നിന്നും എന്ത് കൊണ്ടുവരാൻ പറ്റും? റിലേഷൻ കൊണ്ടുവരാൻ പറ്റും. 0 1 മെട്രിക്സ് റിഫ്ലക്സീവ്. 0 1 മെട്രിക്സ് ഫോർ എ റിഫ്ലക്സീവ് റിലേഷൻ. റിഫ്ലക്സീവ് ആണ് 0 1 മെട്രിക്സിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റിഫ്ലക്സീവ് ആണെന്ന് അറിയാൻ വേണ്ടി ഡയഗണൽ എലമെന്റ് ഇങ്ങനെ കണ്ടോ. 1 1 2 2 3 3 4 4 5 5 ഇതെല്ലാം 1 ആയിരിക്കും കേട്ടോ. 0 റിഫ്ലക്സീവ് ആണെങ്കിൽ മെട്രിക്സ് സിമെട്രിക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഈ 1 2 തന്നെ ആയിരിക്കും 2 1 1 3 തന്നെ ആയിരിക്കും 3 1. അങ്ങനെ 1 2 എന്ന് പറയുന്നത് 1 ആണ്, 2 1 അങ്ങനെ. 0 1 മെട്രിക്സ് ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഇന്ന് കാണിച്ചിരിക്കുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 0 1 മെട്രിക്സ് റെപ്രസെന്റേഷൻ ആന്റി സിമെട്രിക്.
ആന്റിസിമെട്രിക് കേസിൽ 1 to 1 2 1 ഉണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത് 0